ഇന്നലെ വളരെ രാത്രിയിൽ വന്ന ഒരു വാർത്ത ഇന്ന് ജനങ്ങളെ വല്ലാതെ ആശങ്കയിലാക്കിയിരിക്കുന്നു. ജനത്തെ പേടിപ്പിച്ച് ഇന്നലെ രാത്രിയും ആലപ്പുഴ പുന്നപ്പുറയിൽ കുറുവ മോഷണ സംഘം ഇറങ്ങിയോ എന്ന് സംശയം. പുന്നപ്പുറയിലെ തൂക്കുകുളത്താണ് ഇന്നലെ രാത്രി ഈ സംഘം എത്തിയതെന്നാണ് സൂചന. ഈ മോഷ്ടാവിനെ കണ്ടെന്ന് നാട്ടുകാർ അവകാശപ്പെടുന്നു. ഒരു യുവാവ് ഈ ഒരു കുറുവാക്കാരനെ പിടിക്കാൻ നടത്തിയ ശ്രമത്തിനില്ല അദ്ദേഹം ഈ യുവാവിനെ ആക്രമിച്ചതായും വാർത്ത വരുന്നുണ്ട്. മാത്രവുമല്ല, ശരീരം മുഴുവൻ എണ്ണ തേച്ച് ബർമുഡ ധരിച്ച് മുഖം തോർത്തുകൊണ്ട് മൂടിയ ആളെയാണ് ഈ ബിപിൻ ബോസ് എന്ന ആൾ പുന്നപ്പുറയിൽ വെച്ച് കണ്ടതെന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഈ ബിപിൻ ബോസ് ഒരു കളറി ട്രെയിനർ ആയതുകൊണ്ട് ഇയാളുടെ മൂക്കിൻ്റെ പാലത്തിൽ നോക്കി ഇടിച്ചിരുന്നു. അതുകൊണ്ട് ഇയാളുടെ മാസ്കും മുഖാവരണവും ഒക്കെ പറന്നു പോയിരുന്നു. അതുകൊണ്ട് ഇയാളെ കണ്ടാൽ ഇനിയും തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ബിപിൻ ബോസ് നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞത്. ആ വാക്കുകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് മേടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരാൾ ജസ്റ്റ് അങ്ങോട്ട് മാറുന്നുണ്ട്. ഒരു ഷർട്ട് ഇടാത്ത ഒരാൾ. ഷർട്ട് ഇട്ടിട്ടില്ല, എന്നാൽ മോഹം എന്തോ കവർ ചെയ്ത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ഞാൻ നേരെ ആ ഭാഗത്തേക്ക് നടന്നു ചെന്നപ്പോൾ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അങ്ങോട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും ഒരാൾ ഓടിയപ്പോൾ. ഞാൻ എത്ര വിളിച്ചിട്ട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലായി ഷർട്ടില്ല, മുഖം മാസ്ക് ഇട്ട് കവർ. അപ്പോൾ ഇവിടെ ഈ മോഷണത്തിന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതിന് കരുത്തിൽ വിളിച്ചിട്ട് കളരികളിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാല് ചവിട്ടി ഇരുത്തുകയാണ് ചെയ്തത്. ഞാൻ ഇരുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വഴുതി പോകണം. അപ്പോൾ എന്തോ എടുക്കാൻ പോകണ പോലെ എനിക്ക് തോന്നി. പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇതുകൊണ്ടാണ് ഈ ദള യൂസ് ചെയ്ത് ഇടിച്ചത്. ഞാൻ ഇടിച്ചപ്പോഴാണ് അയാളുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. ഞാൻ അപ്പോഴാണ് അയാൾ തിരിഞ്ഞപ്പോഴാണ് ഫേസ് ഞാൻ കണ്ടത്. മാസ്ക് ഊരിപ്പോയി, മൂക്ക് മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. എൻ്റെ പുറകെ ഞാൻ പിടിച്ച് നിർത്താൻ നോക്കിയെങ്കിലും കല്ലെന്തോ എടുത്ത് ബാക്കിലേക്ക് അടിച്ച് എൻ്റെ ചുണ്ടിലൊന്ന് ചെറുതായിട്ട് കൊണ്ടുവരുന്നു. അപ്പോഴാണ് ഞാൻ കൈ വിട്ടത്. പിന്നെ നേരെ വന്നത് ആ തെങ്ങിൻ്റെ സൈഡിൽ നിന്ന് ആൾ അകത്തേക്ക് ചാടുക ചെയ്തു. പിന്നെ പുന്നപ്പ പോലീസ് സ്റ്റേഷൻ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞത്. അതിൻ്റെ പുറകെ ഞാൻ വിളിച്ചൊരു 10-15 മിനിറ്റുള്ള അവരെത്തി. അതിനുശേഷം DYSP എല്ലാം വന്നിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ചോദിച്ചിരുന്നു. അതിനുശേഷം എല്ലാം അവർ ഇതിനകത്ത് ഡോസ് കോഡ് വന്നു സ്മെല്ലും ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആ വീടിനകത്തേക്കാണ് പോയിരുന്നത്. പക്ഷെ ഇന്ന് നോക്കി പിന്നെ അവർക്ക് അവിടെ ആരും ഇതുവരെ കാണാൻ പറ്റില്ല. ആരും ഉള്ളത് നേരെ ആരും കണ്ടിരുന്നില്ല. കാരണം ഈ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ച് ഓയിലായിരുന്നു. പിടിച്ചാൽ നമുക്ക് നിൽക്കുന്നില്ല. കയ്യിൽ നിന്ന് വഴുതി ഇപ്പോൾ കൊണ്ടുപോയി. മുഖം മറിച്ചിട്ടുണ്ട്. ഒരു പാൻറ്റ് പോലെ, ഇത് ഇത്രയുള്ളൊരു പാൻറ്റ് പോലെ ഉണ്ട്. ആളെ മുഖം ഞാൻ നേരിട്ട് ആ ഞാൻ ഇടിച്ച ഇടിയിലായിരുന്നു മൂക്ക് മുറിഞ്ഞിരുന്നു. മൂക്ക് മുറിഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോൾ ആ മാസ്കും പോയി. ആളെ ഫേസ് ഞാൻ തോർത്ത് പോലെ കെട്ടിയിട്ടുള്ളൂ. അത് അഴിഞ്ഞു പോകേണ്ട ഫേസ് നല്ലപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് കണ്ടാലും തിരിച്ചു. മാത്രമല്ല സാറ് കുറച്ച് ഫോട്ടോസ് തന്നെ കാണിച്ചിരുന്നു ഇതിലുള്ള ആരെല്ലോ ആണെന്ന്. പക്ഷെ അതിലുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേറെ പക്ഷേ ഒരു വെട്ടിൻ്റെ പാട് ഈ ഒരു ഭാഗത്ത് മുറിവുണ്ട്. ഇപ്പോൾ ഞാൻ ഇടിയിലാണ് മൂക്ക് മുറിഞ്ഞതിൻ്റെ ഞാൻ ചോദിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ അവർ അറിയിക്കുകയും ചെയ്തു. സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ മുറിഞ്ഞിട്ട് ഞങ്ങൾ കളരിയിൽ നമുക്ക് മനസ്സിലാവും മുറി നല്ലൊരു ആഴം ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ശരിക്കും ഈ കുറുവക്കാരനെന്ന് പറയുന്ന മോഷ്ടാവിനെ കണ്ടത്. മനീഷ് മഹിവാൽ പുന്നപ്പുറയിൽ നിന്നും നമുക്കിപ്പം ചേരുകയാണ്. മനീഷ്, അതുപോലെ വിജയകുമാർ കൂടി അല്പം നിമിഷങ്ങൾക്കകം ചേരും. പറയൂ മനീഷ്. SKN കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി, കോമളപുരം, പുന്നപ്രയിൽ തന്നെ തൂക്കുകുളം, കായംകുളം, കരിയിലക്കുളങ്ങര ഈ സ്ഥലങ്ങളിലാണ് കുറുവ സംഘത്തിൻ്റെ നിന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും മോഷ്ടാവിൻ്റെ മുഖം വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. കാരണം മുഖാവരണമുണ്ട്, തുണി മൂടിയ നിലയിലാണ്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ആകെ കിട്ടിയ ഒരു ഹിൻഡ് ഈ ദൃക്സാക്ഷി എന്ന രീതി ഈ ബിപിൻ ബോസിൻ്റെ ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ബിപിൻ ബോസിൻ്റെ മൊഴിയാണ്. ഈ മോഷ്ടാവിനെ കണ്ടിട്ടുള്ള ഏക വ്യക്തി ബിപിൻ ബോസ് മാത്രമാണ്. കാരണം ഇതിനോടകം ഈ മോഷ്ടാക്കളെ കണ്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ അയാൾ ഓടിപ്പോകുന്നതോ അല്ലെങ്കിൽ അയാളുടെ മുഖം കാണാത്ത തരത്തിൽ ഇരുട്ടത്തോ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രേഖാചിത്രം ഇയാളുടെ ഭാവനയിൽ നിന്ന് വരച്ച് അത് ആളുടെ ഒരു ഫോട്ടോ തയ്യാറാക്കിയ ശേഷം വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക്, തമിഴ്നാട്ടിലേക്ക് അടക്കമുള്ള വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ച് അങ്ങനെ ഒരു സാധ്യത കൂടി തേടുകയാണ് പോലീസ്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ പല സാധ്യതകൾ പോലീസ് തേടി. നേരത്തെ കുറുവ സംഘ അറസ്റ്റിലായി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ആളുകളുടെ ഹിസ്റ്ററി, അല്ലെങ്കിൽ അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്താ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വന്നു. പക്ഷേ അതിലൊന്നും പോലീസിന് മതിയായ രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കേസിൽ പോലീസിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ രാത്രികാല പെട്രോളിംഗ് ഉണ്ടെങ്കിൽ കൂടി പല സ്ഥലത്തും
കുറുവാ സംഘം മുങ്ങുകയും പിന്നീട് പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു രഹസ്യ സ്വഭാവം അത് പോലീസ് സൂക്ഷിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായ അന്വേഷണമുണ്ട്. സാധാരണ രീതിയിലെ പോലെ തകൃതിയായി ഏറ്റവും ധൃതി പിടിച്ചുള്ള ഒരു കാടടച്ചുള്ള അന്വേഷണമല്ല ഇവിടെ പോലീസ് നടത്തുന്നത്. സാവധാനത്തിൽ വളരെ സൂക്ഷ്മമായി രഹസ്യ സ്വഭാവം എല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഈ മോഷ്ടാക്കളെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ പരമാവധി സേനയിൽ തന്നെയുള്ള ആളുകളോടും അടക്കം പുറത്തു വിടാത്ത തരത്തിലുള്ള അന്വേഷണമാണ്. കാരണം ഇത് കുറുവാ സംഘമാണെന്നുള്ള പൂർണ്ണമായ സ്ഥിരീകരണം ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കുറുവാ സംഘമാണെന്നുള്ള സംശയമാണുള്ളത്. കാരണം ഈ പോലീസ് സംഘം അറിയിക്കുന്നത് നേരത്തെ തന്നെ ഇവർക്ക് പുനരധിവാസ പദ്ധതി ഒരുക്കി തമിഴ്നാട് സർക്കാർ ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ കൂടി ഇവരുടെ പേരിൽ പത്തനംതിട്ട ജില്ലയിലടക്കം കഴിഞ്ഞ വർഷം ജൂലൈയിൽ കുറുവാ സംഘം എന്ന പേരിൽ സാധാരണ പ്രാദേശിക മോഷ്ടാക്കൾ അവിടെ എത്തി മോഷണം നടത്തിയിരുന്നു. ഇത് കുറുവാ സംഘം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. കുറുവാ സംഘം എന്ന് പറയുമ്പോൾ അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് പോലീസ് നീങ്ങും. അതുകൊണ്ട് തങ്ങളിലേക്ക് എത്തുകയില്ല എന്നുള്ളൊരു വലിയ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് എല്ലാത്തരം കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ നടക്കുന്ന മോഷണങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാനതയുണ്ട്. ഈ വസ്ത്രധാരണത്തിൽ, സ്ത്രീകളെ മാത്രം കേന്ദ്രീകരിക്കുന്നതിൽ, വീടിനുള്ളിൽ കയറുമ്പോൾ അടുക്കള വാതിൽ പൊളിച്ച് കയറുന്നതിലൊക്കെ തന്നെ സമാനതകളുണ്ട്. പക്ഷേ പോലീസിനെ അല്ലെങ്കിൽ ജനങ്ങൾ ജീവിതത്തിൽ ഒരു ഭീതി ഉണ്ടാക്കുന്നത് ഈ മോഷണം 2 പവൻ്റെ മാല നഷ്ടപ്പെട്ട സ്ഥലത്തിൻ്റെ 1 കിലോമീറ്റർ പരിധിയിൽ നിന്ന് വെച്ചാണ്. അത് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാവിനെ കണ്ടു എന്ന് ദൃക്സാക്ഷി പറയുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. നിലവിൽ 3 പോലീസ് സ്റ്റേഷനുകളാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കായംകുളം, മണ്ണഞ്ചേരി, പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും നാട്ടുകാരുമായി ചേർന്ന് ഒരു ജനകീയ സമിതി, ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. രാത്രികാല പെട്രോളിംഗ് ഉണ്ട്. ഈ 2 പോലീസ് സ്റ്റേഷൻ പരിധിയിലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള 10 പേർ പോലീസിൻ്റെ കൂടെ ചേർന്ന് രാത്രികാല പെട്രോളിംഗിലും ഇന്നലെ മുതൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 7 അംഗ സ്ക്വാഡാണ്, അതായത് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ രൂപീകരിച്ചിട്ടുള്ള ആലപ്പുഴ DYSP MR മധുബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സ്ക്വാഡ് 2ആയി തിരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഒരു ടീം ഇതിൻ്റെ ഡാറ്റകൾ അല്ലെങ്കിൽ ഇവരുടെ മറ്റു കാര്യങ്ങൾ അടക്കമുള്ള ഓഫീസ് പ്രവർത്തനങ്ങൾ ഒക്കെയാണ് തേടുന്നത്. മറ്റ് സംഘമാണ് ഫീൽഡിൽ ഇറങ്ങി ഇത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. SK. ഓക്കെ, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ഈ കുറുവ ഇവർ യഥാർത്ഥത്തിൽ ഈ തിരുട്ടു ഗ്രാമത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്നാണ് സംശയം. മാത്രമല്ല ഈ ആളുകളെ പാതിരാക്കി വിളിച്ച് പുറത്തിറക്കി മർദ്ദിക്കുന്ന രീതി ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവരെ തമിഴ്നാട് പോലീസ് കുറുവ എന്ന് പേരിട്ട് വിളിച്ചതെന്നാണ് പറയുന്നത്.